നമസ്കാരം, ജനീഷാണ്. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2018 ഉണ്ടായ സംഭവമാണ് നമ്മുടെ ബാലഭാസ്കറിൻ്റെ മരണം അല്ലേ. ബാലഭാസ്കർ നമ്മുടെ പ്രശസ്ത വയലിനിസ്റ്റായിരുന്നു. ബാലഭാസ്കർ മരിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ബാലഭാസ്കർ തന്നെ ഏകദേശം ഒരു ആഴ്ചയോളം കാലം ഒരു കോമ സ്റ്റേജ് പോലെ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ലക്ഷ്മി ഏകദേശം മാസങ്ങളോളം തന്നെ ആ ഒരു സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയായിരുന്നു. കുട്ടി അപ്പോൾ തന്നെ മരിച്ചു. അങ്ങനെ ഭയങ്കര നമ്മൾ മലയാളികൾക്കൊക്കെ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമായ വാർത്തയായിരുന്നു അത്. അതിനുശേഷം ബാലഭാസ്കറിൻ്റെ അച്ഛൻ മുന്നോട്ട് വരികയും ഇത് അന്വേഷിക്കണം, ഇത് എന്ത് തരം അപകടമാണ്, ഇത് ആസൂത്രിതമാണോ കൊലപാതകമാണോ എന്നൊക്കെയുള്ള രീതിയിൽ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് കേരള പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. അങ്ങനെ ഒടുവിൽ ഇതിൽ പ്രത്യേകിച്ച് സംശയാസ്പദമായ ഒന്നും കാണുന്നില്ല, കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ രീതിയിലുള്ളൊരു കേസായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്കാണ് ഇപ്പോൾ ഞാനിത് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അത്ര കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ ഈവൻ ഞാനും ഇത് അത്ര കാര്യമായിട്ട് വായിക്കാറുണ്ടെങ്കിലും ഇത് ഫോളോ ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ കുറച്ചധികം മനസ്സിലാക്കിയത്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ, അന്ന് വണ്ടി ഓടിച്ചിരുന്ന വിഷ്ണു, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. അപ്പോൾ അതിന് ശേഷമാണ് ഇതിൽ വീണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ, സംശയങ്ങൾ കൂടി, അല്ലെങ്കിൽ ആ രീതിയിൽ അന്നേ സംസാരിച്ചിരുന്നു. അപ്പോൾ തമ്പി എന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ മാനേജറെന്നും അദ്ദേഹം വിഷ്ണു ഒക്കെ കൂടി എന്തോ സ്വർണ്ണക്കടത്ത് നടത്തുകയാണ്, അതിൻ്റെ ഇടയിലുണ്ടായ ഒരു അപകട മരണമാണ്, അല്ല അത് കൊലപാതകമാണ് ഇതെന്നാണ് നമ്മുടെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഇതിന് കേസ് കൊടുക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് പലതരം അന്വേഷണങ്ങളൊക്കെ നടന്നത്. പക്ഷേ ഇപ്പോഴും ഒന്നും നമുക്ക് തെളിവായിട്ടോ അല്ലെങ്കിൽ പോലീസിനൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇപ്പോഴും ഇതിൽ പല കാര്യങ്ങളും ചോദ്യചിഹ്നമായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ വിഷ്ണു മരിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിഷ്ണുവിന് പ്രത്യേകിച്ച് അപകടവും പറ്റിയിട്ടില്ല. പക്ഷേ അത് ഒരു റീസൺ അല്ല. കാരണം അങ്ങനെ സംഭവിക്കാം, ഒരു അപകടം സംഭവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകും. പക്ഷേ വിഷ്ണു അതിന് ശേഷം ഈ നിരന്തരമായ കേസുകളിൽ പെടുക, അല്ലെങ്കിൽ ഇതിനെ നമ്മുടെ ബാലഭാസ്കറുമായിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൾ ഇപ്പോഴും 10-25 വയസ്സ് മാത്രം, 25-27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ആൾ. അപ്പോൾ ഇത് ഇപ്പോൾ ലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് 1 മണിക്കൂറോളം മനോരമ ന്യൂസുമായി സംസാരിച്ചു. അത് വളരെ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ ആ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നത്. അതായത് ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് ലക്ഷ്മിയുടെ വീഡിയോ ആയിട്ട് ആദ്യമായിട്ട് കാണുന്നത് അന്നാണ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പൊന്നും ആൾ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ വളരെ വിഷമകരമാകുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. കാരണം ലക്ഷ്മിക്ക് ഇതിലൊന്നും ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഉള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം അവർക്ക് അവരുടെ ഭർത്താവ് മരിച്ചു, കുട്ടി മരിച്ചു, അവർ 6 വർഷമായിട്ട് പലവിധ പ്രശ്നങ്ങളാൽ ജീവിക്കുന്നു. അങ്ങനെ ഒരാൾ, ഇത്രയും ദുരന്തം ഉണ്ടായ ഒരാൾ എന്ത് മറച്ചു വെക്കാനാണ്, അല്ലെങ്കിൽ ആരെ രക്ഷിക്കാൻ വേണ്ടി മറച്ചു വെക്കാനാണ്? അവർ പറയുന്നുണ്ട് ആ വീഡിയോയിലും അതിലെന്ത് അർത്ഥമുള്ളത്? അങ്ങനെ ഒരു കാര്യം ഒരിക്കലും ചെയ്യില്ല. ഈവൻ ബാലഭാസ്കറിൻ്റെ അച്ഛൻ പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ലക്ഷ്മി പറയുന്ന കുറേ കാര്യങ്ങൾ, ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് വണ്ടി ഓടിച്ചത് വിഷ്ണുവാണ്, പക്ഷേ വിഷ്ണു അത് മാറ്റി പറഞ്ഞു. അല്ലെങ്കിൽ വണ്ടി ബാക്കിലിരുന്നിരുന്നത് ബാലഭാസ്കർ ആയിരുന്നു, ബാക്കിലിരുന്നിരുന്നത് ഞാൻ മുമ്പിലാണ് ഇരുന്നിരുന്നത്, കുട്ടി എൻ്റെ കയ്യിലായിരുന്നു, അതുകൊണ്ടാണ് കുട്ടി സീറ്റ് ബെൽറ്റ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ലക്ഷ്മി ഇത്രയും പരിക്കുകളോടെ ജീവൻ നിലനിർത്താൻ സാധിച്ചത്. കുട്ടിക്ക് അപ്പം തന്നെ നമുക്കറിയാം, ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെ അമ്മയുടെ മടിയിൽ ഇരിക്കുന്ന കുട്ടിക്ക് ഒരു ഹെഡ് കൊളോഷൻ ഉണ്ടാകുമ്പോൾ എത്രമാത്രം വലിയ ദുരന്തം ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ കിടക്കുകയായിരുന്നു, ഇതൊന്നും അറിയാത്ത രീതിയിൽ ബാക്കിൽ കിടക്കുകയായിരുന്ന ബാലഭാസ്കറിനും ഇത് നേരിട്ട് ഇതായിണ്ടാവും. എനിക്ക് തോന്നുന്നു വിഷ്ണു സീറ്റ് ബെൽറ്റ് ഇടാറില്ല സാധാരണ എന്നാണ് ലക്ഷ്മി പറയുന്നത്. പക്ഷേ ഇട്ട് കാണാം, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ജീവൻ അപകടത്തിൽ പെടാതിരുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് അങ്ങനെ ഒരു വലിയ ആസൂത്രിതമായി നടന്ന കൊലപാതകമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അല്ലെങ്കിൽ മുമ്പും ഒരുപക്ഷെ ലക്ഷ്മിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ ബാലഭാസ്കറിനെ ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ അറിഞ്ഞിണ്ടാവില്ല എന്ന് പറയാനും സാധിക്കില്ല. കാരണം ഇത്രയും നാളായിട്ട് കൂടെ നടക്കുന്ന ഈ മാനേജറായിട്ടും ഡ്രൈവറായിട്ടും കൂടെ നടക്കുന്ന ആളുകളാണ്. അതുപോലെ ലക്ഷ്മി പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ അവരുമായിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല. ആ സമയത്ത് അടുത്ത കാലത്താണ് വിഷ്ണുവിനെ പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ 2ാമത്തെയോ 3ാമത്തെ യാത്ര മാത്രമാണെന്നൊക്കെ പറയുന്നത് എത്രമാത്രം സത്യമാണ് എന്നുള്ള, ചിലപ്പോൾ ലക്ഷ്മിയായിട്ടുള്ള യാത്രകൾ ഉണ്ടാവില്ലായിരിക്കാം, അറിയില്ല. പക്ഷേ അല്ലാത്ത രീതിയിലാണ് വാർത്തകളൊക്കെ പിന്നീട് പുറത്ത് വന്നത്. അതുപോലെ തന്നെയാണ് മൊബൈൽ വാങ്ങിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്ന സംഭവം. മൊബൈൽ വാങ്ങിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്നത് അദ്ദേഹം മാനേജർ ആണെങ്കിൽ പോലും ബാലഭാസ്കർ ഉപയോഗിച്ച മൊബൈൽ വാങ്ങിച്ചു കൊണ്ടുപോകാൻ ആ സമയത്ത് പിന്നെ ഇപ്പോൾ ഭാര്യ ഇങ്ങനെ കിടക്കുകയായിരുന്നു,
പിന്നെ ഒരാളും ഇല്ല. അപ്പോൾ മാനേജർ എന്ന നിലയിൽ പുള്ളി വാങ്ങിച്ചുകൊണ്ടുപോയി. പിന്നെ അമ്മ ചോദിക്കുമ്പോഴും അദ്ദേഹം കൊടുക്കുന്നില്ല, വാലറ്റ് കൊടുക്കേണ്ടതെന്നല്ലാതെ മൊബൈൽ കൊടുക്കും. അപ്പോൾ മൊബൈൽ കേന്ദ്രീകരിച്ച് മൊബൈലിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എന്നേ പൊതുസമൂഹത്തിനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലേ. അല്ലാണ്ട് മൊബൈൽ അദ്ദേഹം എന്തിനാണ് ഇത്രയും ദിവസം കൈ പിടിച്ചിരുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ അത് പോലീസ് പിന്നെ അത് അന്വേഷണം ഉണ്ടാവാം. ഇനി അത് തെളിവുകൾ അദ്ദേഹം നശിപ്പിച്ചതായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ട് പോലീസിനും അതിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടി കാണില്ല, അങ്ങനെ സംഭവിക്കുക. അതുകൊണ്ടായിരിക്കാം പോലീസും CBI അന്വേഷിച്ചിട്ട് പോലും ഇതിനൊരു തുമ്പും കിട്ടാതിരുന്നത്. പക്ഷേ എന്തായാലും ഇവരെല്ലാം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ ഈ മാനേജറായാലും അല്ലെങ്കിൽ വണ്ടി ഓടിച്ച പയ്യനായാലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ബാലഭാസ്കറിൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞ പോലെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മകൻ അതിൻ്റെ ആവശ്യമില്ല, അവൻ അല്ലാണ്ട് തന്നെ അവൻ്റെ പാട്ടും ഇതും കൊണ്ട് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാക്കി. ഇനി അതല്ല, അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പുറത്ത് വന്നോട്ടെ, അത് പുറത്ത് വരട്ടെ, അതും അറിയട്ടെ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് എന്തായിരുന്നു ഇതിൻ്റെ കാരണം? ഇങ്ങനെ വല്ല സ്വർണം കൊണ്ടുപോകായിരുന്നോ? ആരെങ്കിലും വന്ന് ട്രേസ് ചെയ്തോ? അല്ലെങ്കിൽ ആരെ ഫോളോ ചെയ്യണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇതാക്കാനാണോ ഇവരെല്ലാവരും കൂടി ഇത് മറച്ചു വെച്ചത്? അങ്ങനെ എന്താണെന്നുള്ളത് സത്യം പുറത്ത് വരട്ടെ എന്നാണ് അച്ഛൻ പറയുന്നത്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ചിലപ്പോൾ ബാലഭാസ്കറും അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു ഇങ്ങനെ വല്ല സ്വർണ്ണക്കടത്തോ കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ അത് ബാലഭാസ്കറിന് അറിയാത്തതായിരിക്കാം. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ദുരൂഹതകൾ മറഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പക്ഷേ ക്രൈംബ്രാഞ്ചിനോ അല്ലെങ്കിൽ CBIനെയോ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം തെളിവ് വളരെ വിദഗ്ധമായിട്ട് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാം മാറ്റി. ഇത്രയും ദിവസം മൊബൈൽ കയ്യിലുണ്ടായിരുന്ന മാനേജർക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതിന് ശേഷം ആ മൊബൈൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് എല്ലാ തെളിവുകളും പോയി. അതുമായി പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അവർ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിലയ്ക്ക് ബാലഭാസ്കർക്ക് പങ്കുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ അല്ലെങ്കിൽ തെളിയാൻ ഒരു മാർഗവുമില്ല. പിന്നെ കാര്യങ്ങളിപ്പോൾ പിന്നെ വന്നിരിക്കുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയും പുറത്ത് വന്ന് സംസാരിച്ചു. അമ്മ അങ്ങനെ പുറത്ത് വന്ന് സംസാരിക്കാറില്ല, അച്ഛനായിരുന്നു മുമ്പ് എല്ലാം ചെയ്യാറ്. അപ്പോൾ എനിക്കിതിൽ തോന്നിയ ഒരു വളരെ കൗതുകമുള്ള കാര്യം, ഇവരുടെ ഒരു ഭയങ്കര ഈഗോ പ്രശ്നമാണ്. ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ ഭാര്യ തന്നെ പറയുന്നുണ്ട്, ലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ അവരുടെ വീട്ടിലേക്ക് അങ്ങനെ പോവാറില്ല, ബാലു പോവും, ഞാൻ അങ്ങനെ പോവാറില്ല. പിന്നെ അവർ അമ്മയായിട്ട് ആദ്യത്തെ കാലത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ആയി ഞങ്ങളെ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ ഒരു 19 കൊല്ലം അവർ ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം. 21 വയസ്സിലാണ് ഈ ബാലഭാസ്കർ കല്യാണം കഴിക്കുന്നത്. ബാലഭാസ്കർ കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് ചേച്ചിയുണ്ട്, ഏകദേശം 23-24 വയസ്സായ ചേച്ചി. അതും ചേച്ചി ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഒബിസിറ്റിയും ഡിപ്രഷനൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വീട്ടിലുള്ള അങ്ങനെയുള്ള ഒരു അച്ഛനും അമ്മയും ആ ചേച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ്. അവിടെ നിന്നാണ് ഈ ബാലഭാസ്കർ 21-ാം വയസ്സിൽ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ച് ഈ ലക്ഷ്മിയെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. അതിനുശേഷം അവർ വീടുമായിട്ട് അധികം ബന്ധപ്പെട്ടിട്ടില്ല. അച്ഛൻ മാത്രമാണ് ഇടയ്ക്ക്. അമ്മയ്ക്ക് ദേഷ്യം കാണുമായിരിക്കാം മകൻ ഇങ്ങനെ ചെയ്ത് പോയതിൽ. അമ്മ പറയുന്നുണ്ട്, MA പഠിക്കുകയായിരുന്നു, ഞങ്ങൾ കുട്ടിയോട് പറഞ്ഞു ഇത് വേണ്ട, നമുക്ക് പഠിക്കാം, നമ്മുടെ സംഗീതത്തിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതൊന്നും കേട്ടില്ല. അവർ തീരുമാനിച്ചിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞ എന്താ കാര്യം, അവർ വേറെ ഇഷ്ടത്തിന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിലാണ് പോയി താമസിച്ചത്. അവർ സുഖമായിട്ട് താമസിച്ചു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ദൈവം സഹായിച്ച് എല്ലാം നന്നായി നടന്നു എന്നൊക്കെ തന്നെയാണ് അമ്മ പറയുന്നത്. പക്ഷേ പിന്നെ ബാലു എപ്പോഴും വീട്ടിൽ വരാറുണ്ട്, അമ്മയെ കാണാറുണ്ട്, ചേച്ചിയെ കാണാറുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഈ ഒരു കുടുംബത്തോട് എത്രമാത്രം ഒരു സഹാനുഭൂതി ബാലഭാസ്കറിന് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് വളരെ അത്ര ഇതായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഈ അമ്മയ്ക്കായാലും ഈ ഒരു 19 കൊല്ലം കഴിഞ്ഞില്ലേ, 5-6 കൊല്ലമൊന്നും അല്ലല്ലോ. ഈ 19 കൊല്ലത്തിൻ്റെ ഇടയിൽ ആ മരുമോളുമായിട്ട് സംസാരിച്ച് മരുമോളെ കൊണ്ടുവരാൻ നോക്കാൻ ഈ അമ്മ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ അമ്മയോടെ എല്ലാം ഈ അമ്മ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനൊരു വയ്യാത്ത ഈ ചേച്ചീനെ നോക്കുന്ന ഒരു അമ്മയാണ്. ആ ഒരു ചേച്ചീനെയും അമ്മേനെയും ഒന്ന് പോയി കാണാൻ ഈ ലക്ഷ്മിയും ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ഈഗോ പ്രോബ്ലംസ് ഇവരുടെ. അപ്പോൾ എത്രമാത്രം ഇവർ ആ ഒരു കഠിന ഹൃദയമായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ 19 വർഷക്കാലം 5-6 കൊല്ലം ഒന്നല്ല, അതും മകൻ്റെ ഭാര്യയും അമ്മയും അച്ഛനും ഒക്കെയാണ്, അല്ലാതെ വേറെ ചേട്ടനോ ചേട്ടൻ്റെ ഭാര്യയോ ചേട്ടൻ്റെ മോളൊന്നല്ല. അത്രയും അടുത്ത ബന്ധം അല്ലേ. അല്ലെങ്കിൽ ഈ ഒരു വയ്യാത്ത ചേച്ചി, വീട്ടിലുള്ള വയ്യാത്ത ചേച്ചി, എന്നിട്ട് പോലും ഇത്ര പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന വ്യക്തി, ചെറുപ്പക്കാരൻ ഒക്കെ ആയിട്ടും കുടുംബത്തിലുണ്ടാവുന്ന ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാൻ പറ്റാതെ വേറൊരു പുറമേക്കുള്ള ലോകത്ത് വലിയ മാന്യന്മാരായി ഒക്കെ നടക്കുകയാണ്.
അപ്പോൾ ഇത് പൊതുവേ എല്ലാവിടെയും ഉള്ളതാണ്. ഇപ്പോൾ നമുക്കെല്ലാം നമ്മൾ പുറമേക്ക് കാണുന്ന ഒന്നും യാഥാർത്ഥ്യത്തിലുള്ളതാവണമെന്നില്ല. എല്ലായിടത്തെയും പ്രശ്നങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് കാണില്ലല്ലോ. എല്ലാവിടെയും നമ്മൾ പുറമേക്ക് കാണുന്നതെല്ലാം നല്ല കാഴ്ചകളായിരിക്കും, അകത്തായിരിക്കും എല്ലാ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതിൽ ഇനിയൊരു തുമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കുമില്ല. എന്തായാലും വീണ്ടും ഒരു അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ ബാലഭാസ്കറിൻ്റെ ബന്ധുവായ ഒരു സഹോദരി വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും എനിക്കും ഇത് ഒരു ആകാംക്ഷയുണ്ട്. കാരണം ഇതിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ, അപകട മരണം അല്ലാതെ. കാരണം പോലീസ് പറയുന്നത് വളരെ സ്പീഡിലാണ് ഈ വണ്ടി ആദ്യം തൊട്ടേ വന്നിരുന്നത്. 100-110 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ രാത്രി പെട്ടപ്പിച്ച് വരേണ്ട കാര്യം തൃശ്ശൂരിൽ നിന്നാണ് വരേണ്ട കാര്യമില്ലല്ലോ എന്നാണ് അച്ഛനും ചോദിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇനിയുള്ള കേസ് എങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. നമസ്കാരം.